കോട്ടയം പാലാ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിലാദ്യമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷത്ത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ബിനു പുളിക്കക്കണ്ടവും കുടുംബവും യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് മാണി വിഭാഗം പ്രതിപക്ഷത്തെത്തിയത്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ 21 വയസ്സുകാരി ദിയ ആദ്യ 2 വർഷക്കാലം പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആകും. അഖിൽ കെ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഖിൽ. അങ്ങനെ പുളിക്കക്കണ്ടം കുടുംബം ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. ഇന്നലെ അക്കാര്യത്തിൽ ഒരു തീരുമാനം വന്നത്, യുഡിഎഫിനൊപ്പം നിൽക്കുന്നു എന്ന തീരുമാനം വന്നതുകൂടി ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം ഈ ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളതാണ്. ശ്രുതി, തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എം, അതായത് LDF ആയാലും UDF ആയാലും ഒരുപോലെ തന്നെ ബിനു പുളിക്കണ്ടത്തെ കുടുംബത്തെയും തങ്ങളുടെ പക്കലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ തീവ്രമായി നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ UDFിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇന്നലെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം അവർ ഇന്നലെ ഒരു അടിയന്തര യോഗമൊക്കെ ഈ വിഷയത്തിൽ ചേർന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു സമവായമാക്കാൻ അല്ലെങ്കിൽ കൗൺസിലർമാരെ മുഴുവനായും ഒപ്പം നിർത്താൻ ജോസ് കെ മാണിക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അതിനിടയിൽ ഈ മായ രാഹുലിനെ ഒപ്പം എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടി നടത്തിയിരുന്നു. ഇതോടുകൂടിയാണ് ബിനു പുളിക്കണ്ടവും കുടുംബവും എന്തായാലും UDFിനൊപ്പം നിൽക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ അവർ 2 വർഷക്കാലം ചെയർപേഴ്സൺ സ്ഥാനവും വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ ചൊല്ലി UDFിലെ കൗൺസിലർമാർക്കിടയിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഏറ്റവും അവസാനം അതിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബിനു പുളിക്കണ്ടവും തയ്യാറായി എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ 2 വർഷക്കാലം എന്തായാലും ദിയ ചെയർപേഴ്സൺ ആകും. ആദ്യ 6 മാസക്കാലം വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള വിമതയെ മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തും. അതിനുശേഷം പിന്നീട് ബിനു പുളിക്കണ്ടത്തിന് 3 വർഷം, അതായത് സഹോദരനും അടക്കമുള്ള 3 വർഷത്തെ കാലത്തെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കൂടി കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്തായാലും അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പാലായിൽ ഒരു കൃത്യമായ ഒരു കളം തീരുമാനമായിരിക്കുന്നു. അതായത് 14 പേരുടെ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇപ്പോൾ എന്തായാലും UDF അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ചെയർപേഴ്സൺ സ്ഥാനത്തിലാണ് ഒരുപാട് രസകരമായ കാര്യങ്ങളുള്ളത്. കാരണം 5 വർഷത്തിനിടയിൽ ആദ്യത്തെ 2 വർഷം ദിയയാണെങ്കിൽ പിന്നീടുള്ള 3 വർഷം 3 ആൾക്ക് വീതിച്ച് നൽകണം. അങ്ങനെ അതായത് 5 വർഷത്തിനുള്ളിൽ 4 ചെയർപേഴ്സണൊക്കെ വരുന്ന ഒരു രസകരമായ ഒരു കാര്യം കൂടി പാലായുടെ കാര്യത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ 21 വയസ്സുകാരി, അതായത് 21 വയസ്സും 11 മാസവുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ട് ദിയ മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാലയുടെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പാലയുടെ കളം എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായി, അതായത് അല്ലെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി അല്ലെങ്കിൽ മാണി വിഭാഗം, നമുക്കറിയാം പാലയിൽ ഏറ്റവും ശക്തമായ പാല എന്നാൽ മാണി എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പാലായിൽ ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നു. അതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം ആണ്, മാണി വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മുന്നണിയും 12 പേരെ ഒപ്പമുണ്ടായിരുന്നു. ഈ പുളിക്കക്കണ്ടത്തെ മാത്രം ഒപ്പം എത്തിച്ചാലും മതിയായിരുന്നു അവർക്ക് അധികാരത്തിലെത്താൻ. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല, അവർക്കതിന് കൃത്യമായി കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭരണം നഷ്ടമായിരിക്കുന്നു. പാലായിൽ നിന്നും LDFിന് ഭരണം നഷ്ടമായപ്പെട്ടിരിക്കുന്നു. UDF എന്തായാലും പാല പിടിച്ചെടുത്തിരിക്കുന്നു. വ്യക്തമാണ്. അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.